ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? കളിയാക്കലുകളും പരിഹാസങ്ങളും. അപ്പോൾ നമുക്ക് ഈ കളിയാക്കലുകളെയും പരിഹാസങ്ങളെയും ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളെ ഒരാൾ കളിയാക്കുകയാണ് എങ്കിൽ നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ദേഷ്യപ്പെടുക എന്നതാണല്ലേ. പക്ഷെ അങ്ങനെ ദേഷ്യത്തോടെ മറുപടി നൽകുമ്പോൾ അവർക്കത് മനസ്സിലാവുകയാണ്, നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും അവർ വീണ്ടും നമ്മളെ കളിയാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ദേഷ്യത്തോടെ മറുപടി കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ശരിയല്ലേ? രണ്ടാമതായിട്ട്, ഇങ്ങനെ കളിയാക്കുന്നവരുടെ മുമ്പിൽ ചുമ്മാ അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുക. വെറുതെ ഒരു പുഞ്ചിരിയും കാണിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുക. അത് അത്ര വലിയ ഫീൽ ആവത്തില്ല. പക്ഷേ അവർ വീണ്ടും വീണ്ടും അവർക്ക് മനസ്സിലാവുമല്ലേ, ഓ ഞാനിനി എന്ത് പറഞ്ഞാലും ഇവ ഇങ്ങനെ ചുമ്മാ ചിരിച്ചുകൊണ്ടങ്ങ് നിൽക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നൊരു തോന്നൽ അവരിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാം. കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താ പ്രശ്നം, ഇല്ലേ? പക്ഷേ വീണ്ടും വീണ്ടും അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും. അതൊരു തമാശയായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെ പ്രശ്നമില്ല. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആരെങ്കിലും കളിയാക്കുകയാണ് എങ്കിൽ തിരിച്ച് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ കളിയാക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, അവരെ കൂടെ നമ്മളും അങ്ങ് കൂടുക. അതായത് നമ്മളെ കളിയാക്കാൻ നമ്മൾ തന്നെ അങ്ങ് കൂടുക. അത് തന്നെയാണ് നല്ലതും. അപ്പോൾ അവർക്ക് മനസ്സിലാകും, ഓ ഇന്ന ആളെ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല, തിരിച്ച് ആ വ്യക്തിയെ തന്നെ കളിയാക്കുകയാണ്, ഒരു ഫീലൊന്നുമില്ല, അതുകൊണ്ട് ഇനി കൂടുതൽ കളിയാക്കാനൊന്നും നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവർ തന്നെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. പിന്നീട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ കളിയാക്കലുകൾ തന്നെ പല രീതിയിലുണ്ട്. ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ കളിയാക്കാറുണ്ട്. ചിലപ്പം ഫ്രണ്ട്സൊക്കെ കൂട്ടുകൂടി ഇരിക്കുന്ന സമയത്ത് കളിയാക്കുന്ന ജസ്റ്റ് തമാശ, ആ ഒരു രീതിയിൽ കളിയാക്കുന്നവരുണ്ട്. അതിനെയൊക്കെ ആ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോവുക. ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആരും കളിയാക്കാതിരിക്കുക, അതത്ര നല്ല സ്വഭാവമല്ല. പിന്നെ ചില ആൾക്കാരെ ബോഡി ഷെയിം ചെയ്ത് കളിയാക്കുക, അതൊന്നും അത്ര നല്ല ഒരു രീതിയായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻജോയ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കുക. എന്തിനാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കുന്നതിനോട് അത്ര താല്പര്യം കാണിക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.